ഹലോ ഹെൽപ്പ് മീ ലടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇത്തിരി നേരം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. ഇന്ന് ചോറ് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ ഗ്യാസിൽ വെക്കും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടിട്ട് പലരും പറഞ്ഞു, അയ്യോ ഒരടുപ്പ് വെറുതെ കിടക്കുന്നു, അതിനകത്ത് എന്തെങ്കിലും വെക്കുമെന്ന്. അപ്പോൾ അതിന്റെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് അടുപ്പിൽ വെക്കാനുള്ള പാത്രങ്ങൾ കുറവാണ്. ഒരു കലം ഇതാണ് ചോറ് വെക്കുന്ന കലം, വേറെ 2 കലം കൂടിയുണ്ട്. കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ അടുപ്പിൽ വെക്കുന്ന ഒരു കലമുണ്ട്. അത് കുടിക്കാനായിട്ട് വെള്ളം ഈ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു വാട്ടച്ചവ വരുന്നുണ്ട്. കാരണം ഇച്ചിരിയും തീക്കകത്തല്ലേ ഇതിരിക്കുന്നത്. പിന്നീട് അരി തിളയ്ക്കുമ്പോഴാണല്ലോ മറ്റേ അടുപ്പിലോട്ട് ആ വെള്ളം ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ തിളപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ ഒരു ചവ വരുന്നു. അതുകൊണ്ട് അത് പിന്നെ ചെയ്യാറില്ല. കുളിക്കാനായിട്ടൊക്കെ വെള്ളം വെക്കുകയാണെങ്കിൽ അങ്ങനെ ഈ അടുപ്പിലോട്ട് വെക്കും. പക്ഷെ അത് വലിയ കലമാണ്. അത് വെക്കുമ്പോൾ ഒന്ന് ഈ കലവും ആ കലവും തമ്മിൽ അഡ്ജസ്റ്റ് ആവുന്നില്ല. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വെക്കാൻ. പിന്നൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കലം വെക്കുമ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ അടുപ്പിൻ്റെ അവിടെ വെച്ച് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ ക്യാമറ വെച്ചേ പറ്റത്തുള്ളൂ. അന്നേരം ആ കലത്തിന്റെ വലിപ്പം കാരണം ഇതുപോലെ ആ കലമാണ് എടുത്ത് നീക്കുന്നത്. മറ്റേത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഞാൻ അടുപ്പ് കാലിയായിട്ട് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കടലയോ പയറോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും വേവിക്കണമെന്നുണ്ടെങ്കിൽ ആ അടുപ്പിലോട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു സിമ്പിൾ ലഞ്ചാണ് ഇത്. ചീമച്ചക്ക എന്ന് പറയും, കടച്ചക്ക എന്ന് പറയും, ശീമച്ചക്ക എന്ന് പറയും. അതിന്റെ തോരൻ വെക്കാനായിട്ടാ ഞങ്ങളുടെ തൊട്ട് മേളിലുള്ള അയൽവീട്ടിലെ എലിസബത്ത് അമ്മാമ തന്നതാണിതും. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്കാണേ കിട്ടിയത്. നല്ല പച്ച കളറായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറിയതാണേ. അപ്പൊ ചീമച്ചക്കയുടെ തീയല് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അതുകൊണ്ടാണ് ഇന്നങ്ങ് തോരൻ വെക്കാന്ന് വിചാരിച്ചത്. ഇതിന്റെ തോരൻ ഉണ്ടല്ലോ, നമ്മൾ ഈ കൂണ് തോരൻ വെച്ചാൽ എന്ത് ടേസ്റ്റാണ്, ആ ടേസ്റ്റും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് തോരൻ വെച്ചാലുള്ള ടേസ്റ്റ് എങ്ങനെയാ, ആ ടേസ്റ്റും കിട്ടാറുണ്ട്. ഈ 2 ടേസ്റ്റും എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ നല്ലതുപോലെ ചെത്തിയിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇടണം. അതിന്റെ നടുക്കൊരു കൂഞ്ഞുണ്ട്, അത് കളഞ്ഞിട്ട് വേണേ അരിയാനായിട്ട്. അപ്പൊ അരി ഇടുമ്പോൾ എന്നും ഓർക്കും വാർക്കുമ്പോൾ ആ വെള്ളം എടുത്തു വെക്കണമെന്ന്. പക്ഷെ വാർക്കുമ്പോൾ പലപ്പോഴും മറന്നു പോകും. ഇന്ന് ഏതായാലും ഓർത്ത് വെച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാന്നേ ചിന്തിക്കും, എന്തിനാ ചേച്ചി കഞ്ഞിവെള്ളം ഇങ്ങനെ മാറ്റി വെക്കുന്നതെന്ന്. മറ്റൊന്നിനുമല്ല, നമ്മുടെ കൃഷിക്കൊക്കെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിക്കുന്നത് നല്ലതാണ്. പുളിപ്പിച്ച് അതുപോലെ ഒഴിക്കുകയല്ല, അതിനകത്ത് നന്നായിട്ട് വെള്ളം ചേർത്ത് അത് സാധാ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം തളിച്ചു കൊടുക്കാൻ. അതിന്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇതിനകത്ത് പല കാര്യങ്ങൾ ഇട്ടും പുളിപ്പിക്കാറുണ്ട്. പഴത്തൊലി ഇടാം, ലേശം ശർക്കര ഇടാം, വെളുത്തുള്ളി ചതച്ചിടാം, കായം ഇടാം, പിന്നെ പയറിടുന്നവരുണ്ട്, കടല ഇടുന്നവരുണ്ട്. പല രീതി പല പല നമുക്ക് രീതിയിൽ ചെയ്ത് ഇത് നമുക്ക് പ്രയോജനപ്രദമാക്കാം കേട്ടോ. അപ്പോൾ ഓർക്കുമ്പോഴെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ തോരൻ വെക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നതും. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ച ശേഷം കുറച്ച് കൊച്ചുള്ളി ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള തീർച്ചയായിട്ടും എടുക്കാം. പിന്നെ കറിവേപ്പില, പച്ചമുളക്. വേറെ ഒരു മസാലയും ചേർക്കണ്ടെന്ന് പ്രത്യേകം ജോസാൻ്റെ ഓർഡർ ഉണ്ട്. അതായത് ജീരകം, വെളുത്തുള്ളി ഇങ്ങനെയുള്ള ഒന്നും ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തോരനുകൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഇട്ട് ആവിയിൽ വേവിച്ചെടുക്കാറുണ്ട്. ഇന്ന് ഞാൻ തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം ആ തേങ്ങയൊന്ന് വേവണം. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഈ ശീമച്ചക്ക അരിഞ്ഞപ്പോൾ തൊട്ട് ഞാനിത് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കഴുകി വാരി എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ മാറും. അപ്പോൾ അടച്ചു വെച്ച് ആവിയിൽ വേവിക്കാം. കഴിഞ്ഞ ദിവസം കാ പുഴുങ്ങിയതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടതിന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നിത്യവഴുതന പറിക്കുന്നത്. കുറേ ആളുകൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പൊ ഇതാണ് നിത്യവഴുതന. ഇതുപോലെ പന്തലിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് വന്നായിരുന്നു, പന്തൽ ഇത്രയും പൊക്കിയിട്ട് എന്തിനാ താത്തിട്ടൂടായിരുന്നു. അതായത് പല കാരണങ്ങളാണ്. അത് പല കാര്യങ്ങൾ ചിന്തിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ റീസൺ ഇത് നടമുറ്റമാണ് കേട്ടോ. നമുക്ക് നടന്നു പോകേണ്ട വഴിയാണല്ലോ. അപ്പൊ മുറ്റത്ത് എല്ലാവരും നടക്കുമ്പോൾ തലയെ മുട്ടാൻ പാടില്ല, നന്നായിട്ട് നടക്കുകയും വേണം. അതൊരു റീസൺ. പിന്നെ അത്യാവശ്യം നമുക്ക് ഈ പാർട്ടീഷൻ തിരിക്കുന്നതും പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതേ കയറി നിന്നതായി ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നടന്നു പോകുന്നവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല.
വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മുടെ നടുമുറ്റത്തെ ഉള്ളു സ്ഥലം, അതുകൊണ്ടാണ് ഇവിടെ ചെയ്തത്. പിന്നെ ചിന്തിച്ചത് ഇത് വലിയ പന്തലാണ്, ഇതിന്റെ സൈഡിൽ വേറെയും കൂടി പടർത്താം. ഓൾറെഡി പീച്ചിൽ പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് പൂക്കുവാണെങ്കിൽ അതിന്റെ ഭാരം കൊണ്ട് പന്തൽ താഴാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റേ സൈഡിൽ കോവല് പടർത്തി വിട്ടിട്ടുണ്ട്, അവിടെ ആ സൈഡ് ഇത്തിരി താന്നിട്ടുണ്ട്. ഓൾറെഡി കോവല് നന്നായിട്ട് പടർന്നായിരുന്നു, കോവയ്ക്ക പറിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ നമുക്ക് കാബലം ഉണ്ടാകുന്നത് അനുസരിച്ച് ഇത് താഴുമല്ലോ. അപ്പോൾ അതൊക്കെ കണക്കാക്കിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പലത് ചിന്തിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി എൻ്റെ കയ്യിൽ നന്നായിട്ട് പടർന്നു പോകുന്ന വിത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് പടർത്തി വിടും. അത് വെയിറ്റ് ഉള്ള കാബലമാണെങ്കിൽ ഓൾറെഡി അത് ഇത്തിരി കൂടി താഴും. അപ്പൊ പല കാര്യങ്ങളും ഒരേ പന്തലിൽ കയറ്റി വിട്ടാൽ കാഫലം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. തൽക്കാലം കോവയും നിത്യവഴുതനയും പീച്ചിലും ഒരേ പന്തലിലാണ് കയറിപ്പോകുന്നത്. വലിയ പന്തലാണ്, ഓരോ സൈഡിലാണ് ഓരോന്നിനെ പടർത്തി വിട്ടേക്കുന്നത്. അപ്പൊ ഇതിന്റെ മെഴുക്കുവരട്ടിയുടെ വീഡിയോ നിങ്ങളിൽ പലരും ചോദിച്ചതാണ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഇതിന്റെ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ചില നിത്യവഴുതന ഇതിനേക്കാൾ നീളമുള്ളതാണ് കേട്ടോ, ഇത് ഒത്തിരി നീളമുള്ളതല്ല. അപ്പൊ ഞാൻ രണ്ടായിട്ടാണ്, ഡയറക്റ്റ് നീളത്തിൽ രണ്ടായിട്ട് മുറിക്കുന്നതേ ഉള്ളൂ. ഇതിനോടൊപ്പം നമുക്ക് വേറെ പലതും ഇട്ട് മെഴുക്ക് പുരട്ടാം കേട്ടോ. ഞാൻ ഇതിൽ ക്യാരറ്റ് ഇടാറുണ്ട്, ബീട്രൂട്ട് ഇടാറുണ്ട്, കടല ഇട്ട് മെഴുക്ക് പുരട്ടാറുണ്ട്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണേ. അപ്പൊ നിത്യവഴുതന കൂടുതലുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഇട്ട് വേണമെങ്കിലും മെഴുക്ക് പുരട്ടാം. അപ്പൊ ഇതിപ്പോ കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ കോവയ്ക്ക ഉണ്ടെങ്കിൽ അതിടാം. ഒരുമാതിരിപ്പെട്ട എല്ലാത്തിന്റെ കൂടെ ഇത് ടേസ്റ്റ് കിട്ടും കേട്ടോ. നിത്യവഴുതന, അതായത് എല്ലാ ദിവസവും ഇതിനകത്ത് ഇത് കാഫലം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 മാസമായി ഇത് പൂത്തിട്ട്. എനിക്ക് ഇന്ന് വരെ മഴ പെയ്തപ്പോഴൊഴിച്ചാലും മിക്കവാറും ദിവസങ്ങളിൽ കായ ഉണ്ടായിരുന്നേ. തോരൻ നന്നായിട്ട് വെന്തു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാനത് ഇളക്കി കൊടുത്തായിരുന്നു, കാരണം ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലതുപോലെ ആവിയും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ഒരു കൂണിന്റെയും കിഴങ്ങിന്റെയും ഒക്കെ ടേസ്റ്റാ വരുന്നത് കേട്ടോ. ഇതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ ഇതിനെ ഞാൻ ഉടൻ തന്നെ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. എന്നിട്ട് ഈ ചീനച്ചട്ടിയിൽ തന്നെ വേണം എനിക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനും. പലരും ചോദിക്കുന്നതാണ് ഈ ചീനച്ചട്ടിയെ കുറിച്ച്. ഇത് ഇൻഡാലിയത്തിന്റെ ചീനച്ചട്ടിയാണ്, നല്ല വെയിറ്റ് ആണ്. മെഴുക്ക് വരട്ടാനായിട്ട് ഒത്തിരി എണ്ണ വേണ്ട കേട്ടോ. ഈ ക്യാരറ്റ്, നിത്യവഴുതന, ബീട്രൂട്ട് ഇതിനൊക്കെ ഇത്തിരി എണ്ണ മതി. നമ്മൾ ഒത്തിരി എണ്ണ കൂടിയാൽ അങ്ങ് ഭയങ്കരമായിട്ട് എണ്ണ തോന്നിക്കും. മിക്കവാറും ചിലരൊക്കെ കമന്റ് ഇടാറുണ്ട് കേട്ടോ, ബെൻസി എണ്ണ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അത് ചിലപ്പോഴ് അറിയാതെ അങ്ങ് വീണുപോകും. ചിലപ്പോഴെന്ന് പറയുന്നത് ഈ ക്യാമറ നന്നായിട്ട് സൂം ചെയ്ത് വെച്ചിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ ഡബിളായിട്ട് തോന്നും. അങ്ങനെ പ്രശ്നം വരാറുണ്ടേ. പല വ്ളോഗുകളിലും ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ തേങ്ങ ഇടുന്നതിന് അങ്ങനെ കടുതാളിക്കാറില്ല, തേങ്ങ അരച്ച് കറിക്ക് അങ്ങനെ കടുതാളിക്കാറില്ല. എന്നാൽ അത്യാവശ്യം കടുതാളിക്കണം എന്നുള്ളതിന് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പൊ എന്താ, നിത്യവഴുതന, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക്, സവോള, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട്, തീ ഒത്തിരി അങ്ങ് കൂട്ടിയിടണ്ട, ഒരു മീഡിയം തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടച്ചും വെക്കണ്ട, ഇങ്ങനെ ഈ തീയിൽ കിടന്ന് നന്നായിട്ട് ഒരു മെഴുക്ക് പരുവമായിട്ട് വരട്ടെ. 12 ദിവസമായിട്ട് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുറത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. രാവിലെ നല്ല ചൂടും വെയിലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ദാ മൂടിക്കെട്ടി, എനിക്ക് തോന്നുന്നു ഭയങ്കര മഴ പെയ്യുമെന്ന്. ആ താഴത്തതിനകത്തോട് എനിക്ക് കാണണ്ടേ കയ്യിൽ എത്രയും വീണൊന്നു. ചേട്ടൻ അതേക്കുവോ 1 മാസം കൊണ്ട് മുടി വളർത്തുക, വെട്ടിക്കളയുക. എണ്ണ തേക്കണോ? നല്ല വെളിച്ചെണ്ണ. പരീക്ഷണം ബ്രെഡ് തരുമോ? എന്തുവാ ഒരു കഷ്ണം ബ്രെഡ്? ഞാൻ പുറത്താ. ഞാൻ പറഞ്ഞില്ലല്ലോ പുറത്തിരിക്കാൻ. ഇങ്ങനെ നോക്കാം. ആ, ബ്രെഡ് കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് എത്രയും വഴറ്റി എടുക്കണോ
അത്രയും വഴറ്റിയെടുക്കാം. അതായത് ഇപ്പം നന്നായിട്ട് ഏകദേശം വഴണ്ടു. അപ്പോൾ അത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. എല്ലാ മെഴുക്ക് പുരട്ടിയും നമ്മുടെ ഇഷ്ടമാണ്. നന്നായിട്ട് മൊരിച്ചെടുക്കണോ, അരഭാഗം മുക്കാൽ ഭാഗം ഒക്കെ നമുക്ക് കണക്കാക്കാം. ചെറു തീയിൽ ഇങ്ങനെ കിട്ടിയിരുന്നാൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഓഫ് ചെയ്തു. എനിക്ക് ഇത്രയും മെഴുക്ക് പുരട്ടി പോലെ ആയാൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഓൾറെഡി ക്യാരറ്റ് തനിയെ മെഴുക്ക് പുരട്ടിയാൽ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. എന്തിൻ്റെയെങ്കിലും കൂടെ ഇട്ട് മെഴുക്ക് പുരട്ടിയാൽ ക്യാരറ്റ് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ തോരനും ക്യാരറ്റ് തനിയെ തോരൻ വെക്കുമ്പോൾ ഒരുമാതിരി ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ഒരു ചവർപ്പ് പോലെ. അതേസമയം അമരക്കയുടെ കൂടെ, ബീൻസിൻ്റെ കൂടെ, പയറിൻ്റെ കൂടെ, ക്യാബേജിൻ്റെ കൂടെ, ഇതിൻ്റെ കൂടെ ഒക്കെ ഈ ക്യാരറ്റ് ഇട്ട് തോരൻ വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ചീമച്ചക്ക തോരൻ, നിത്യവഴുതനയുടെ മെഴുക്ക് പുരട്ടി, ഇന്നലത്തെ ഇത്തിരി മീൻകറി ഉണ്ട്. പക്ഷെ ഞാൻ മീൻകറി ആയിരിക്കത്തില്ല എടുക്കുന്നത്. എനിക്കിത് ഇതിൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ജോസ എണ്ണ തേച്ച് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ആയുർവേദിക് പ്രോഡക്റ്റിന്റെ സംഭവങ്ങൾ ഞങ്ങൾ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് വലിയ ബിസിനസ് ആയിട്ടൊന്നും അല്ല കേട്ടോ, ചെറിയൊരു സംരംഭം അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഓർഡർ കിട്ടിയത് കൊറിയർ അയക്കാനായിട്ട് ജോസാനെല്ലാം കൂടെ പാക്ക് ചെയ്യുവാണേ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് പ്രോഡക്ട്സ് എൻ്റെ ഞാൻ മേടിച്ചത് തീർന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ എനിക്ക് കുറച്ചുകൂടി പ്രോഡക്ട്സ് വേണം. അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ലോക്ക്ഡൗൺ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. 1-2 ദിവസത്തിനകം പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിലൊരു വീഡിയോ ചെയ്യാം. ഏകദേശം ഈ പ്രോഡക്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും പലർക്കും സംഭവം എന്താണ്. പലരും കമൻ്റ് ഇട്ടിരുന്നു, ഇന്നതാണോ ചേച്ചി ഈ സംഭവം എന്ന്. വൈകിട്ട് തൊട്ട് പേരുമഴയെന്ന് വെച്ചാൽ പേരുമഴയായിരുന്നേ. അതനുസരിച്ച് കറണ്ടും പോകുന്നുണ്ട്. മഴയുള്ളപ്പോഴുള്ള ഈ കറണ്ടിൻ്റെ പ്രശ്നം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഈ പാക്കിങ് തന്നെ കുറെ സമയം എടുത്തു. കുറച്ച് ചെയ്യും, കറണ്ട് പോകും, വീണ്ടും കറണ്ട് വരും, കറണ്ട് പോകും. നേരെയല്ലായിരുന്നു, അടുക്കൂടൊക്കെ തുറന്നു. സാധനം ഇന്ന് കറണ്ട് കെട്ടിന്റെ ആവശ്യമായിരിക്കോ? ഇപ്പൊ വരും. അല്ല, വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അതില്ലല്ലോ. അപ്പൊ ഇത് ഞങ്ങള് കന്യാകുമാരിക്ക് അയക്കുവാണ്. കന്യാകുമാരിക്ക് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തുണ്ടെങ്കിലും കമൻ്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പ്രാണരക്ഷാർത്ഥം ഓടുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ. ആ വെള്ളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരിത്തിരിയെങ്കിലും ഒഴുകിപ്പോകാതെ രക്ഷപ്പെടാനുള്ള ഓട്ടമാണിത്. അപ്പം നാളെ കാണാം. ബൈ. ഗോഡ് ബ്ലസ് യു.